എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മള് ആധ്യാത്മിക ക്ലാസ്സുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇതൊരു ആധ്യാത്മിക ക്ലാസ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗണാനാൻ ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി നാമവിത്രവധു. ഗണേശായ നമഃ. സരസ്വത്यै നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് നിർവാണ ഷഡ്കം. ഒരുപക്ഷെ ഈ നിർവാണ ഷഡ്കം എല്ലാവർക്കും പരിചയം ഉണ്ടാവണമെന്നില്ല. ഏതായാലും ഇത് വളരെ അർത്ഥവത്തായതും ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളിൽ വളരെ ചെറുതാണ്, അതേസമയത്ത് വളരെയധികം അർത്ഥമുള്ളതാണ്. ഈ നിർവാണ ഷഡ്കം പഠിക്കുമ്പോൾ നമുക്കുള്ള ഗുണം, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. ഹു ആം ഐ, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഇതിലൂടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്നതാണോ അത് നമ്മളെന്ന് പറയും, ഞാനെന്ന് പറയുന്നത്? അതിനൊരു കറക്ഷൻ വരുത്തേണ്ടി വരുമോ? അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു കൃതി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എഴുതിയ ആള് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പക്ഷെ മാതൃപഞ്ചകം ഇവിടെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ശങ്കരാചാര്യരുടെ ഏതാണ്ട് ജീവചരിത്രം തന്നെ ഞാനിവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാലും ഈ നിർവാണ ഷഡ്കമാണ് കേട്ടോ. നിർവാണ ഷഡ്കം എന്ന ഈ കൃതി ഉണ്ടാകാൻ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ നിർവാണ ഷഡ്കം എന്ന കൃതിയിലേക്ക് കടക്കാം. അതായത് നമുക്കറിയാം, ശങ്കരാചാര്യ സ്വാമികൾ കാലടിയിലാണ് ജനിച്ചതെന്നും 5-ാം വയസ്സിൽ ഉപനയനം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് വേദാന്താദികളെല്ലാം പഠിച്ചു കഴിഞ്ഞു. 8-ാം വയസ്സിൽ അദ്ദേഹം തന്റെ മാർഗം സന്യാസമാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ 8 വയസ്സുള്ള ഒരു കുട്ടി തന്റെ മാർഗം സന്യാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാൽനടയായിട്ട് നർമ്മദ നദീതീരത്തേക്ക് പോയി. നമുക്കറിയാം, അന്നത്തെ കാലത്ത് തന്റെ ഗുരു അവിടെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം കാൽനടയായിട്ട് 3 ദിവസം കൊണ്ടാണ് അവിടെ നടന്നെത്തിയത്. അപ്പൊ അദ്ദേഹം ഗുരുവായിട്ട് കരുതിയിരുന്ന ആൾ, അതായത് ഗോവിന്ദ ഭഗവത് പാദരാണ്. ഈ ഗോവിന്ദ ഭഗവത് പാദർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഒരു ഇതുണ്ട്, ഒരു ഗുരുപരമ്പര സ്തോത്രമുണ്ട്. അതിലൊരു പ്രധാന കണ്ണിയാണ് ഈ ഗോവിന്ദ ഭഗവത് പാദർ എന്ന് പറയുന്നത്. കാരണം നാരായണ, അതായത് ഭഗവാനിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ഭഗവാനിൽ നിന്ന് തുടങ്ങിയിട്ട് നാരായണം, പത്മഭുവം, വസിഷ്ഠം. പത്മഭുവം എന്ന് പറഞ്ഞാൽ പത്മത്തിൽ സംഭവിച്ചത്, അതായത് ബ്രഹ്മാവ്. പത്മഭുവം, വസിഷ്ഠം. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കഴിഞ്ഞിട്ട് വസിഷ്ഠം, ശക്തി, വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിം ച തത് പുത്ര പരാശരം. ശക്തി, പരാശരൻ, പരാശരന്റെ പുത്രൻ വ്യാസം, ശുഗം, ഗൗഡപദം മഹാന്തം. വ്യാസന്റെ പുത്രൻ ശുഗൻ, ശുഗന്റെ ശിഷ്യനായിരുന്നു ഗൗഡപാദര്. ആ ഗൗഡപാദരുടെ ശിഷ്യനാണ് ഗോവിന്ദ യോഗീന്ദ്ര മഥാസ്യ ശിഷ്യം എന്നാണ് അതിലുള്ളത്. അപ്പൊ ആ ഗോവിന്ദ ഭഗവത് പാദർ എന്ന് പറയുന്നത് ഈ ഗുരുപരമ്പരാ സ്തോത്രത്തിൽ നാരായണനിൽ തുടങ്ങി, അതായത് ഭഗവാനിൽ തുടങ്ങിയിട്ട് ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യരിൽ അവസാനിക്കുന്ന ഒരു സ്തോത്രമാണിത്. അതില്
ഈ ശങ്കരാചാര്യർക്ക് മുൻപായിട്ട് ഗൗഡപാദർക്ക് ശേഷം വരുന്ന ഒരു പേരാണ് ഈ ഗോവിന്ദ ഭഗവത് പാദർ എന്നത്. അപ്പൊ ആ പരമ്പരാ സ്തോത്രത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ ഗോവിന്ദ ഭഗവത് പാദർ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് തന്റെ ഗുരു എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എത്തി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു ശിഷ്യന്, അതായത് അധികാരിയാണെങ്കിൽ, അധികാരി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിക്കാൻ, ജ്ഞാനം നേടാൻ അധികാരിയായിട്ടുള്ള ഒരു ശിഷ്യന്, അദ്ദേഹം അത്രയും പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഗുരു ആരാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഈ ഗുരുവിനും അങ്ങനെ കഴിയും. തന്റെ ശിഷ്യൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് നമുക്കറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസര് ശിഷ്യനായിരുന്നു വിവേകാനന്ദ സ്വാമികൾ. വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചത്, എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബന്ധമാണ്. ഇവിടെ തന്റെ ഗുരു ഗോവിന്ദ ഭഗവത് പാദരാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം വേറെ ഒരു ഗുരുവിനെ തേടാതെ ഈ 3 ദിവസം നടന്ന് മധ്യപ്രദേശിൽ നർമ്മദാ നദീ തീരത്ത് തന്റെ ഗുരുവിനെ കാണാൻ ഗുരു താമസിക്കുന്ന ഗുഹയിൽ എത്തിച്ചേർന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ശങ്കരാചാര്യ സ്വാമികള്, അന്ന് ശങ്കരൻ എന്നാണ് പേര് കേട്ടോ, അന്ന് ഈ ആചാര്യസ്ഥാനം കിട്ടിയിട്ടില്ല. ശങ്കരൻ പറഞ്ഞു, ഞാൻ ശിവകേവലോഹം, ഞാൻ ശിവ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം 10 ശ്ലോകങ്ങൾ ചൊല്ലി. 10 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ആരാണ് എന്ന് തന്റെ ഗുരുവിനോട് പറഞ്ഞത്. അപ്പൊ ഈ 10 ശ്ലോകങ്ങൾ ദശശ്ലോകി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇന്നും ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന നിർവാണ ഷഡ്കം തന്നെയാണ്. പക്ഷെ അന്ന് അദ്ദേഹം ചൊല്ലിയതിൽ 10 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. ആ 10 ശ്ലോകങ്ങളിലെ സംസ്കൃതം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിരുന്നു. കാരണം ഗുരുവിനോടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അതേ നിർവാണ ദശകം തന്നെ, അന്ന് 10 ശ്ലോകത്തിൽ നിർവാണ ദശകം എഴുതിയത് പിന്നീട്, അതായത് അദ്ദേഹത്തിന്റെ സമാധിക്ക് മുൻപായിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, അതായത് ഈ ബ്രഹ്മവിദ്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് ഗുരുവിന്റെ മുന്നിൽ ചൊല്ലിയ ആ 10 ശ്ലോകങ്ങളെ, ആ ദശകത്തിനെ, നിർവാണ ദശകത്തിനെ കുറച്ചുകൂടി ലളിതമാക്കി ലളിതമായ ഭാഷയിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് നിർവാണ ഷഡ്കം. ഇപ്പൊ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം 10 ശ്ലോകങ്ങളിൽ അന്ന് പറഞ്ഞതിനെ ചുരുക്കി 6 ശ്ലോകങ്ങളിലാക്കിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അദ്ദേഹം 10 ശ്ലോകം ചൊല്ലിയപ്പോൾ 10 ശ്ലോകത്തിന്റെയും അവസാനത്തെ വരിയിൽ പറഞ്ഞത്, ഞാൻ ശിവനാണ്. ശിവൻ എന്നല്ല, ശിവ, അഹം ശിവ എന്നാണ് പറഞ്ഞത്. അപ്പൊ ശിവ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ കാണുന്ന ഒരു പരമശിവന്റെ രൂപമുണ്ടല്ലോ, പുലിത്തോലൊക്കെ കൊടുത്ത് പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് ജടയൊക്കെ ആയിട്ടിരിക്കുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിവ എന്നുള്ള വാക്കിന്റെ അർത്ഥം മംഗളരൂപി എന്നാണ്. അതായത് മംഗളരൂപിയായ സച്ചിദാനന്ദ സ്വരൂപൻ. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഗുരുവിനോട് പറഞ്ഞത് അതാണ്, ഞാൻ മംഗളരൂപിയായ സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ അത് തന്നെ ആ ശിവകേവലോഹം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. നമ്മളുടെ ഈ നിർവാണ ഷഡ്കത്തിൽ ശിവോഹം എന്നാണ് കാണുന്നത്. അത് ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ അവസാന കാലത്ത് കേദാർനാഥിൽ വെച്ച് പറഞ്ഞു കൊടുത്തതാണ് ഈ നിർവാണ ഷഡ്കം. അപ്പോ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. നീ ആരാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, നമ്മളോട് ഒരാൾ നീ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക, ആദ്യം നമ്മൾ പേര് പറയും, പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, നമ്മുടെ സ്ഥലപ്പേര്, നമ്മളുടെ ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ മറുപടിയിൽ എല്ലാത്തിലും നമ്മൾ ഞാൻ എന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഉഷ, ഞാൻ പെരുമ്പാവൂരിൽ ജനിച്ചു, ഞാൻ 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 എന്നാണ് പറയുന്നത്. ഇത് വേറെ ആര് പറയുകയാണെങ്കിലും എന്താ പറയണേ, ഞാൻ എന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു ഞാനുണ്ട്. അപ്പൊ എല്ലാവരിലും ഒരേപോലെയുള്ള ഈ ഞാൻ ആരാണ്? സത്യത്തിൽ ഇവരെല്ലാവരുടെയൊക്കെ പേരുകൾ വ്യത്യസ്തമാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ പറയുമ്പോൾ എല്ലാവരും ഞാൻ 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 എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മനുഷ്യരിലും
ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഞാനുണ്ട്. ഒരു ഞാൻ കോമൺ ആയിട്ടുണ്ട്. ഈ ഞാൻ ആരാണ്? അതാണ് ഈ നിർവാണ ഷഡ്കത്തിലൂടെ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. എല്ലാവരിലും പൊതുവായി കാണുന്ന ഈ ഞാൻ ആരാണ്? ഇപ്പൊ നമ്മളുടെ വിചാരം നമ്മളുടെ ദേഹമാണ് എന്നുള്ളതാണ്. ഈ നിർവാണ ഷഡ്കം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇത്രയും കാലം ധരിച്ചിരുന്ന, നമ്മൾ ദേഹമാണ് എന്ന് ധരിച്ചിരുന്നത് തെറ്റാണ് എന്നും, നമ്മൾ ദേഹമല്ല, ഈ ദേഹം വെറും ജഡമാണ്, ഇത് നശ്വരമാണ്, നശിച്ചു പോകാനുള്ളത് മാത്രമാണ്, നാശമില്ലാത്ത ഒരു ചൈതന്യം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഹരിനാമകീർത്തനം പഠിച്ചു, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബദം മിണ്ടാവതല്ല മമ, പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ. അപ്പൊ അതിൽ പറഞ്ഞു, നമ്മൾ രണ്ടായിട്ട് കണ്ടു. ഈ പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു സത്യമേ ഉള്ളൂ. ആ സത്യത്തെ തിരിച്ചറിയാതെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ കണ്ടു. അതിൽ നിന്ന് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ എന്തുണ്ടായി? ഇണ്ടലുകൾ ഉണ്ടായി, ദുഃഖങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത്, പണ്ട് മുതലേ നമ്മൾ വേദങ്ങൾ മുതൽ ഇങ്ങോട്ട് അറിഞ്ഞ ആ അദ്വൈത ബോധം എന്നിലുണ്ടാക്കാൻ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് അതിനകത്ത്. അപ്പൊ ഇവിടെ നമ്മളും മനസ്സിലാക്കേണ്ടത്, ഈ നിർവാണ ഷഡ്കം എന്ന് പറയുന്ന ഷഡ്കം ഞാൻ പറഞ്ഞു 6 ശ്ലോകങ്ങളാണ് എന്ന്. നിർവാണം എന്ന വാക്കിന്റെ അർത്ഥം ദേഹബോധമില്ലാത്ത അവസ്ഥ എന്നാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയാം. ആത്മസാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരം, കൈവല്യം, മുക്തി, മോക്ഷം എന്നെല്ലാം പറയുന്നത് ഈ നിർവാണത്തിനെയാണ്. ശരീരബോധമില്ലാത്ത അവസ്ഥ. അപ്പൊ ഞാനിവിടെ സത്യസാക്ഷാത്കാരം എന്നൊരു വാക്ക് പറഞ്ഞു. അതായത് എന്താണ് ആ സത്യം? ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യം എന്താണെന്ന് വെച്ചാൽ, ത്രികാലത്തിലും, ത്രികാലം എന്ന് പറഞ്ഞാൽ ഭൂത, ഭാവി, വർത്തമാന കാലങ്ങളിൽ മാറ്റമില്ലാതെ നിൽക്കുന്നത്, അതിനെ മാത്രമേ നമുക്ക് സത്യം എന്ന് വിളിക്കാനാവൂ. നമുക്കറിയാം, കോടതിയിലൊക്കെ ചെല്ലും ഭഗവത്ഗീതയോ ഖുറാനോ ഞാൻ സത്യമേ പറയൂ, സത്യമേ പറയൂ, സത്യമേ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് പലരും മൊഴി മാറ്റി പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും ഒക്കെ. അപ്പൊ അതിന് നമുക്ക് സത്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും മാറാതെ നിൽക്കുന്നതിനെ മാത്രമാണ്, 3 കാലത്തിലും, ഭൂതഭാവി വർത്തമാന കാലങ്ങളിൽ മാറാതെ നിൽക്കുന്നതാണ് സത്യം. അങ്ങനെ ഒരു സത്യമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതാണ് നമ്മൾ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മ അല്ലെങ്കിൽ ഈശ്വരൻ എന്നെല്ലാം വിളിക്കുന്നത്. ഒരിക്കലും മാറ്റമില്ല. അതേ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാം സദാസമയവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാം നശ്വരമാണ്. അപ്പൊ നമ്മുടെ ശരീരം പോലും ജഡമാണ്. കാരണം ഈ ശരീരത്തില് ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനെയാണ് നമ്മളുടെ ഉണ്മ, നമ്മളുടെ അസ്തിത്വം എന്ന് പറയുന്നത്. ആ ചൈതന്യത്തിനെയാണ്. ഈ ചൈതന്യമില്ലെങ്കിൽ നമ്മളില്ല. നമുക്കറിയാലോ, നമ്മളിൽ നിന്ന് ആ സത്ത്, ആ ചൈതന്യം പോയി കഴിയുമ്പോൾ നമ്മളെ മൂക്കിൽ പഞ്ഞൊക്കെ വെച്ച് നിലത്തെടുത്ത് കിടത്തും. ആ സമയത്ത് ആ മരിച്ചു കിടക്കുന്ന ആളിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, കാതുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നടക്കാനോ കേൾക്കാനോ ഒന്നും കഴിയുന്നില്ല, അല്ലെ? അപ്പോൾ എന്തുകൊണ്ടാണത്? ആ സത്ത് പോയി. അതാണ് ചത്തുപോയി നമ്മൾ പറയുന്നത്. അല്ലെ, സത്ത് പോയി, ഉണ്മ പോയി കഴിഞ്ഞു. അപ്പൊ ഇല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പില്ല, ഉണ്മ എന്ന് പറയുന്നത്. അപ്പൊ ആ ഉണ്മയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ഉണ്മ എന്താണ് എന്ന് തിരിച്ചറിയലാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ നമ്മൾ സത്യസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ തന്നിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിയുക. ആ ചൈതന്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് തന്നെയാണ്. ജീവാത്മാവായിട്ട് സർവചരാചരങ്ങളിലും വർത്തിക്കുന്നത്, എല്ലാത്തിനായിട്ട് വർത്തിക്കുന്നത് അതേ പരമാത്മാവ് തന്നെയാണ്.
അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായതിന് കാരണം ഈ പരമാത്മാവ്, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് നമ്മളിലുള്ള ജീവാത്മാവ് എന്ന് നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ഒരു മാർഗമായിട്ട് നമ്മളുടെ വേദാന്തത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ധ്യാനം പറയും. ധ്യാനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ധ്യാനിക്കുക. പിന്നെ ഒരാൾ പെട്ടെന്ന് ചെന്നിട്ട് അങ്ങോട്ട് ധ്യാനിക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഈ ധ്യാനം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തില്, അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ 8 സ്റ്റെപ്പ് ഉണ്ട്. ആ 8 സ്റ്റെപ്പിൽ 7ാമത്തെ സ്റ്റെപ്പാണ് ധ്യാനം. അപ്പൊ ഈ ധ്യാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിനു മുൻപ് 7 പടികൾ കടന്നിട്ട് വേണം എത്താനായിട്ട്. 6 പടികൾ കടന്നിട്ട് വേണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടം കൂടി ഉള്ളൂ, സമാധി. അപ്പൊ ഇവിടെ ധ്യാനത്തിലിരിക്കുന്ന ഒരാൾക്ക്, നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഉയർന്ന തലത്തിലെത്തിയുള്ള ആളുകൾക്ക് ഈ ഇത്രയും ഘട്ടങ്ങൾ കടന്നിട്ട് ഒരു ധ്യാനത്തിൽ പ്രവേശിച്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ ആ ധ്യാനത്തിന്റെ പാരമ്യത്തിൽ 2 തരം സമാധിയുണ്ട്. ഒന്ന് സവികൽപ്പ സമാധി, ഒന്ന് നിർവികൽപ്പ സമാധി എന്ന് പറയും. നമ്മളിതിന്റെ കൂടുതൽ ടെക്നിക്കാലിറ്റീസിലേക്ക് പോകുന്നില്ല, കാരണം അതൊക്കെ നമുക്ക് ഗീതയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഈ സവികൽപ്പ സമാധിയിൽ ഒരാൾ എത്തുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഋഷിവര്യൻ അല്ലെങ്കിൽ അദ്ദേഹം ധ്യാനിച്ചിരുന്നിട്ട് ആ നിർവികൽപ്പ സമാധിയിൽ എത്തുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവണേന്ന് വെച്ചാൽ, അവിടെ ഈ 3 ഘടകങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് ധ്യാനിക്കുന്നയാൾ, ഒന്ന് ധ്യാനം എന്ന പ്രക്രിയ, 3ാമത് ലക്ഷ്യം, എന്തിനെയാണോ ധ്യാനിക്കുന്നത്. അപ്പൊ ധ്യാനിക്കുന്ന ആള്, ധ്യാതാവ്, പിന്നെ ധ്യാനം, ധ്യേയം, അങ്ങനെ 3 ഉണ്ട്. ഇതിനെ നമ്മൾ ത്രിപുടി എന്ന് പറയും, ത്രിപുടി. അപ്പൊ ഈ 3 ഘടകങ്ങളും അവിടെ ഉണ്ടെങ്കിലും ഒരാള് ധ്യാനത്തിന്റെ പാരമ്യത്തിൽ നിർവികൽപ്പ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് 3ഉം ഇല്ലാത്ത ഒരു ലയനാവസ്ഥയിലാണ് അദ്ദേഹം എത്തുന്നത്. ലയനം എന്ന് പറഞ്ഞാൽ ആ ധ്യാനിക്കുന്ന ആളിന്റെ ചൈതന്യം, അതായത് ജീവാത്മാവും ധ്യാനത്തിന്റെ ലക്ഷ്യം പരമാത്മാവാണ്, ആ പരമാത്മാവും കൂടെ ഒരു ലയനാവസ്ഥയിലിരിക്കുക, തിരിച്ചറിയാൻ പറ്റാത്ത വിധം ലയിച്ചു ചേരുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കടലിലേക്ക് ഒരു നദി ദീർഘദൂരം ഒഴുകി കടലിലെത്തിക്കഴിഞ്ഞാൽ ആ കടലിലെ ജലത്തിലേക്ക് നദി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നദിയിലെ വെള്ളവും കടലിലെ വെള്ളവും വേർതിരിക്കാൻ പറ്റാത്തതുപോലെ ഈ ധ്യാനിക്കുന്ന ആളിന്റെ ധ്യാനിക്കുന്ന ആളിന്റെ ആ ഉണ്മ, അതായത് ജീവാത്മാവ്, ആ പരമാത്മാവിനോട് ചേർന്നിരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇരിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ പരമാത്മാവിനെ ധ്യാനിക്കുന്നു, ഈ ബോധങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ലയനാവസ്ഥയുണ്ട്. അതിൽ നമുക്ക് ഈ പറഞ്ഞ ഇത് അനുഭവിക്കാൻ പറ്റും. ഈ നിർവ്വാണം അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്, അതായത് നമ്മളിലെ ആ ചൈതന്യത്തെ അറിയുകയല്ല, അവിടെ അനുഭവിക്കുകയാണ്. അപ്പൊ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരിക്കലും ആർക്കും വിശദീകരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അനുഭവം വിശദീകരിക്കാൻ പറ്റുമോ? അല്ലെ, നമ്മൾ കഴിക്കാത്ത ഒരു സാധനം ഒരാൾ കഴിച്ചാല് നമ്മൾ എത്ര വിവരിച്ചാലും മനസ്സിലാവില്ല. അത് കഴിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് അറിയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അനുഭവം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇലക്ട്രിസിറ്റി പറയാം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ശക്തി. ആ വലിയ ശക്തി പല ഉപകരണങ്ങളിലൂടെയും ഇവിടേക്ക് വരുന്നുണ്ട്, അല്ലെ? കാറ്റായിട്ടും തണുപ്പായിട്ടും ചൂടായിട്ടും ഒക്കെ വരുന്നുണ്ട്, പല പല ഉപകരണങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഇന്നേവരെ കണ്ടിട്ടില്ല. ഇലക്ട്രിസിറ്റി എന്താന്ന് പോലും നമുക്കറിയില്ല. അതിങ്ങനെ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. അത് നമുക്ക് പരമാത്മാവിനെ ഒന്നും ഇതിനായിട്ട് കമ്പാരിസൺ ഒന്നും ഇല്ല കേട്ടോ, പിന്നെ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പരമാത്മാവ് എന്ന ശക്തി പല ഉപാധികളിലൂടെ ഇവിടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഉപകരണങ്ങളിലൂടെ വരുന്നതും ഒരേ ഇലക്ട്രിസിറ്റി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും
ആ പരമാത്മ ശക്തി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ ശരീരമല്ല, നമ്മളിലെ ഈ ചൈതന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ സുഖം നമ്മളെ പോലുള്ള സഗുണാരാധകർക്ക്, സഗുണാരാധന എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയൊക്കെ നടത്തുന്ന നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് ഇതിലേക്ക് എത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇത് ചിലപ്പോൾ അനുഭവിക്കാറുണ്ട്. ഈ സുഖം എന്ന് പറയാൻ പറ്റില്ല, അതിനെ ആനന്ദം. സുഖത്തിനൊക്കെ വിപരീതമുള്ള വാക്കുകളാണ്. അതേസമയത്ത് ആനന്ദത്തിന് വിപരീതമില്ലാത്ത ഒരു വാക്കാണ്, ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഇല്ലാത്തൊരു വാക്കാണ്. അപ്പൊ ആ ആനന്ദം നമ്മൾ അനുഭവിക്കാറുണ്ട് ജീവിതത്തിൽ. എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ഉറങ്ങാൻ കിടന്ന് സുഷുപ്തിയിലേക്ക് പോവുക, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ അറിയുന്നില്ല. ഒന്നും നിങ്ങൾ അറിയാതെ ജാഗ്രതയിലിരിക്കുമ്പോൾ നമ്മളെല്ലാം ചുറ്റുപാടും അറിയുന്നു, ഉണർന്നിരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന് സ്വപ്നാവസ്ഥയാണെങ്കിൽ അപ്പോഴും അവിടെ മനസ്സുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം അറിയുന്നുണ്ട്. സ്വപ്നം കാണുമ്പോൾ നമുക്ക് പകല് കണ്ട ഒരാളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ അയാളെ 4 ഇടി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ സ്വപ്നത്തിൽ നമ്മളെ ഇടിച്ചു പഞ്ചറാക്കും ചിലപ്പോ. അങ്ങനെ നമ്മളുടെ ജാഗ്രതയിലുള്ള ചിലതിനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുകയും അപ്പൊ അവിടെ മനസ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സുഷുപ്തിയിലേക്ക്, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പില് ഒന്നുമില്ല. അതായത് ജാഗ്രതയിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്നും തന്നെ ഇല്ല. ഭാര്യയില്ല, ഭർത്താവില്ല, കുട്ടികളില്ല, അടുക്കളയിലെ സാധനങ്ങളൊന്നുമില്ല, പാചകമില്ല, കിടക്കണ കട്ടില് പോലും ഇല്ല. ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ നല്ല സുഖം പറയുന്നത് ഒക്കെ എഴുതി കഴിയുമ്പോൾ അവള് പറയും ഇല്ല സുഖം ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമല്ലോ. അപ്പൊ ഈ സമാധിയിൽ രണ്ട് സുഖത്തിനും വ്യത്യാസമുണ്ട്. എന്നാലും ആ സമാധിയിൽ ഒരു ധ്യാതാവ് അനുഭവിക്കുന്ന ആ സുഖം നമ്മൾ സുഷുപ്തിയിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ സുഷുപ്തിയിൽ അനുഭവിച്ചപ്പോൾ നമ്മളവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ചുറ്റുമുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇന്ദ്രിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, നമ്മളുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ല, നമ്മളുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നില്ല, നമ്മളുടെ വീടുണ്ടായിരുന്നില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഏറ്റവും സുഖം അനുഭവിച്ചത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാമായിട്ട് വ്യവഹരിക്കുന്നത് സുഖത്തിന് വേണ്ടിയാണ്, അല്ലെ? എല്ലാം അതല്ലേ. നമ്മൾ പഠിച്ചതും ജോലി കിട്ടിയതും കല്യാണം കഴിച്ചതും കുട്ടികളുണ്ടായതും സ്വത്തുക്കൾ ഉണ്ടായതും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയതും എല്ലാം എല്ലാം എല്ലാം, നല്ല ഡ്രസ്സ് മേടിച്ചതും നല്ല ആഹാരം കഴിച്ചതും എല്ലാം സുഖത്തിന് വേണ്ടിയായിരുന്നു. അപ്പൊ ആ സുഖത്തിൽ ഉപരി ആ സുഖം എല്ലാം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു, ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. പക്ഷെ ഇതൊന്നും കൂടെ ഇല്ലാതിരുന്നപ്പോൾ നമ്മളൊരു സുഖം അനുഭവിച്ചു. ആ സുഖം അനുഭവിച്ചത് നമ്മൾ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. പക്ഷെ അപ്പോഴും നമ്മൾക്കത് പറയാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ അപ്പോഴും ഒരു ചൈതന്യം ഇതിനൊക്കെ സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നേരം വെളുത്തപ്പോ പറയാൻ കഴിഞ്ഞത്, അല്ലേ? അല്ലെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഓർമ്മയിലേക്ക് അത് വന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിൽ ഒരു ചൈതന്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇതിനെ നമ്മൾ രണ്ടായി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഉപനിഷത്തുകളിൽ നമുക്ക് 3-4 മഹാവാക്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഇതിലെല്ലാവരും പറയും തത്വം അസി, അത് നീയാകുന്നു. അതായത് നീയും ഈശ്വരനും ഒന്നാകുന്നു, അത് തന്നെ. അതുപോലെ അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. പിന്നെ അയം ആത്മാ ബ്രഹ്മ, എന്റെ ആത്മാവ് ബ്രഹ്മമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, എന്റെ ബോധതലം ബ്രഹ്മമാകുന്നു. ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ളത്. ആ പരമാത്മാവ് തന്നെയാണ് നമ്മളിൽ ഈ ചൈതന്യമായിട്ട് വർത്തിക്കുന്നത് എന്നാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതില്. അപ്പൊ ഈ സുഷുപ്തിയിൽ അനുഭവിച്ച ആ ആനന്ദം, സമാധിയിൽ ഒരു ധ്യാതാവ് അനുഭവിക്കുന്ന ആനന്ദം, അതൊരിക്കലും പുറത്തു നിന്ന് കിട്ടിയതല്ല, അത് ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് പുറത്തുനിന്ന് ഉള്ളതൊന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മളത് അനുഭവിച്ചത്. അപ്പൊ പുറത്തുനിന്ന് കിട്ടിയതല്ല, തീർച്ചയായിട്ടും അത് ഉള്ളിൽ തന്നെയാണ്.
ആ ഉള്ളിൽ കിട്ടിയ ആനന്ദത്തെയാണ് നമ്മൾ ശാന്തി, ശം ആത്യന്തികം, ആത്യന്തികമായ സമാധാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് അനുഭവിക്കണമെങ്കിൽ പുറമേയുള്ളതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റണം. വേദാന്തത്തിൽ നേതി നേതി എന്നൊരു പ്രയോഗമുണ്ട്. ന ഇതി, ഒന്ന് ഇതല്ല 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 എന്ന് പറഞ്ഞ് മാറ്റി 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 വരുമ്പോഴാണ് നമുക്ക് ആ സുഖം തന്നത് എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പുറമേയുള്ള പലതിനെയും നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. നമുക്ക് ഇപ്പോഴുള്ള അറ്റാച്ച്മെന്റുകളെല്ലാം, പല അറ്റാച്ച്മെന്റുകളും ഡിറ്റാച്ച് ചെയ്യണം. ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഈശ്വരനുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പരമാനന്ദം ലഭിക്കുന്നത്. സുഷുപ്തിയിൽ ആ ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ സുഖം അനുഭവിച്ചത്. സമാധിയിലും അതെ, നിർവികൽപ്പ സമാധിയിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ 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 എന്നും പറഞ്ഞ് കൂടെ കൂട്ടിയായിരുന്നു. എൻ്റെ വീട്, എൻ്റെ പറമ്പ്, അല്ലെ എൻ്റെ ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറഞ്ഞു. ഈ എൻ്റെ നമ്മളെല്ലാം പറഞ്ഞത് അതൊക്കെ നമ്മളാണോ? അല്ല. എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ, പുസ്തകം വേറെ, രണ്ടെണ്ണം ഉണ്ട് അതിനകത്ത്. അപ്പൊ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വീടുണ്ട്, ഞാനുണ്ട്. എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ ഞാനും ഉണ്ട്, ബാങ്ക് ബാലൻസ്, രണ്ട് ഘടകങ്ങൾ അതിലുണ്ട്, ഉണ്ടല്ലോ തീർച്ചയായിട്ടും. ഇനി നമുക്ക് അവിടെ നിന്ന് കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ എൻ്റെ ശരീരം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ എൻ്റെ ശരീരത്തിലും അപ്പൊ രണ്ട് ഘടകങ്ങളുണ്ട്, ഞാനുമുണ്ട്, ശരീരവുമുണ്ട്. എൻ്റെ കൈ എന്ന് പറയുമ്പോൾ അവിടെ ഞാനുണ്ട്, കൈയുണ്ട്. അതുപോലെ നമ്മൾ ശരീരത്തിന്റെ ഏത് ഭാഗം, എൻ്റെ കാല്, എൻ്റെ തല എന്നൊക്കെ പറയുമ്പോൾ അത് ഞാനല്ല, അതൊന്നും ഞാനല്ല. എൻ്റെ കൈ ഞാനല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് അല്ലേ? എൻ്റെ കാല് ഞാനല്ല, എൻ്റെ തല ഞാനല്ല. ഒരാൾക്ക് ഡയബറ്റിസ് വന്ന് കാല് മുറിച്ച് കളയാന്ന് പറയുമ്പോൾ അയാൾ പറയും കാല് മുറിച്ച് കളഞ്ഞോളൂ, എൻ്റെ രോഗം മാറും. അപ്പോഴും ഞാനുണ്ടാവുമല്ലോ. അപ്പൊ കാല് ഞാനാണോ? അല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ എൻ്റെ എന്ന് നമ്മൾ പറഞ്ഞ് ജീവിതത്തിൽ നമ്മൾ കൂട്ടി വച്ചതൊന്നും ഞാനല്ല. അപ്പോൾ ഈ ഞാൻ ആരാണ്? ആ അന്വേഷണത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ആ ബോധതലത്തിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പണ്ട് ഈ പാസിംഗ് ദ പാഴ്സൽ എന്ന് പറഞ്ഞൊരു കളി പണ്ട് നമ്മൾ കളിക്കുമ്പോൾ ഒരു സമ്മാനം ഉണ്ടാവും, ചെറിയ സമ്മാനം ഉണ്ടാവും. അത് ഇങ്ങനെ കടലാസിൽ ഒരു 10-15 കടലാസിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ സമ്മാനം എവിടെ വച്ചേക്കണേന്ന് അറിയണ്ടാവില്ല. പണ്ടൊക്കെ ഞങ്ങൾ കളിക്കുമ്പോ അങ്ങനെയാ. അപ്പൊ ഒരു പൊതി അഴിക്കുമ്പോൾ വിചാരിക്കും ഇവിടെ ഉണ്ടാവും. എങ്ങനെ പൊതികൾ അഴിച്ചഴിച്ചഴിച്ചഴിച്ചഴിച്ച് അവസാനം ചെല്ലുമ്പോഴാണ് ഈ സമ്മാനം കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾക്കിപ്പോൾ ഒരുപാട് ഇൻസുലേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ, ഇലക്ട്രിസിറ്റിയെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന്, നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന്. നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ ഇൻസുലേഷൻ പോയ ഒരിടത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആ ഇലക്ട്രിസിറ്റിയെ അനുഭവിക്കും. അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ കുറേ ഇൻസുലേഷൻസ് ഉണ്ട്. ആ ഇൻസുലേഷൻസ് എല്ലാം പോയി കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കും ഈ പറഞ്ഞ ആ ആനന്ദം നമുക്ക് അനുഭവിക്കാനാവും. അപ്പോ എൻ്റെ ശരീരത്തെയാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ എന്ന് വിളിച്ചത്, അല്ലേ? അതിനെയാണല്ലോ. അപ്പൊ ആ ഞാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലതും ചെയ്തത്, ആ ശരീരത്തെ. അപ്പൊ ശരീരമാണ് ഞാൻ എന്നാണ് നമ്മൾ ഇത്രയും കാലം ധരിച്ചിരുന്നത്. ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പറയുന്ന മനസ്സിലായി. ഇത് കുറച്ച് വേദാന്തായോണ്ടേ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും അറിയാൻ. അപ്പൊ എൻ്റെ ശരീരത്തെയാണ് ഞാൻ ഇത്രയും നാളും ഞാൻ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ കൈയും എൻ്റെ അല്ല, എൻ്റെ കാലും എൻ്റെ അല്ല, എൻ്റെ തലയും എൻ്റെ അല്ല. അവിടെ അതൊക്കെ ഞാനിൻ്റെ ആയിരുന്നു. ഞാൻ എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. എൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ രണ്ട് ഘടകമുള്ള പോലെ എൻ്റെ കൈ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഞാനും ഒന്ന് എൻ്റെ കൈയും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഞാനിൽ എത്തിച്ചേരുന്നത്. അപ്പൊ നമ്മൾ
എൻ്റെ കയ്യും തലയൊന്നും ഞാനല്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒന്നുമില്ലാത്തപ്പോഴാണ് നമ്മൾ ഏറ്റവും ആനന്ദം അനുഭവിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെല്ലാം ഉപേക്ഷിക്കണം എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ആ ഞാനിനെ അനുഭവമാക്കണമെങ്കിൽ പല ഇൻസുലേഷൻസും നമുക്ക് കളയേണ്ടതുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്തൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ എന്തൊക്കെ നേതി എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇവിടേക്ക് എത്തുക. അതാണ് ഈ നിർവ്വാണ ഷഡ്കത്തിൽ പറയുന്നത്. അപ്പൊ ഇത് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ. അതായത് ഞാൻ ശരീരമല്ല, ഞാൻ എന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞത്? ഞാൻ ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ സച്ചിദാനന്ദ സ്വരൂപൻ, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ്. അതായിരിക്കണം നമ്മളുടെയും ഭാവം എന്നാണ് വേദാന്തം അനുശാസിക്കുന്നത്. ഈ നിർവ്വാണ ഷഡ്കം നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിലെ ഈ അവസാനത്തെ വരിയുണ്ട്, ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. അത് ധ്യാനത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കേട്ടോ. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇവിടെ അവസാനത്തെ വരിയിൽ പറയുന്നു ശിവ അഹം, ഞാൻ മംഗളരൂപിയായ സച്ചിദാനന്ദ സ്വരൂപനാണ്, ഈശ്വരനാണ്. അതാണ് ശിവോഹം ശിവോഹം. അത് ചിദാനന്ദരൂപ, സത്ത് ചിത്ത് ആനന്ദരൂപൻ. നീ എന്തൊക്കെയാണ് ഞാൻ അല്ലാത്തത്? മനോ ബുദ്ധി അഹങ്കാര ചിത്ത, 4 കാര്യങ്ങൾ അവിടെ. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇതിനെ 4നെയും കൂടെ ചേർത്ത് പറയുന്ന പേര് അന്ധക്കരണം എന്നാണ്. അന്ധക്കരണം. ഈ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ, കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഭാഗങ്ങളെയാണ് കരണം എന്ന് പറഞ്ഞാൽ. കാലത്തിൽ നമ്മൾ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് കർമ്മേന്ദ്രിയങ്ങളുണ്ട്, കാലും കയ്യും ഒക്കെ ഉണ്ടല്ലോ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അത് പുറത്ത്. ഇത് അകത്തുള്ള കർമ്മേന്ദ്രിയങ്ങളായതുകൊണ്ട് ഇതിനെ അന്ധക്കരണം എന്നാ പറയുന്നത്. ഇതിൽ ഓരോന്നും എന്താണ് നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പൊ മനസ്സെന്താണെന്ന് ചോദിച്ചാൽ ഒരു നിർവചനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിനെ പറയുന്നത് സങ്കല്പ വികല്പാത്മകം മനഃ. നമ്മൾ സങ്കല്പങ്ങൾ ഒരുപാട് ഉണ്ടാക്കും, ഇങ്ങനെ പലതും വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അതിന് മാറ്റം വരും. അതായത് ഒന്നും തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് മനസ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണത്. ഇപ്പൊ ഇന്ന് തന്നെ ഈ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സീനിയേഴ്സ് ഹൈവ് എടുത്ത് നോക്കിയപ്പോ നിങ്ങൾ കണ്ടു കാണും നിർവ്വാണ ഷഡ്കം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ആധ്യാത്മിക ക്ലാസ് ആയിരിക്കുള്ളൂ. ഇത്രയും ദിവസവും ദേവി മഹാത്മ്യം കേട്ട സമയത്തൊക്കെ ഉച്ചയ്ക്ക് 3:30 മുതൽ 4:30 വരെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്നാ ഇന്നിപ്പൊ ഈ നിർവ്വാണ ഷഡ്കങ്ങളുടെ പേര് കേട്ടിട്ട് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. എന്നാ കിടന്ന് ഉറങ്ങിയാലോ, ഇന്ന് പോവണ്ടാന്ന് വെക്കാം എന്ന് വിചാരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ പറയും, ഓ അല്ലെങ്കിൽ നീ ചിലപ്പോൾ നല്ല ക്ലാസ് ആണെങ്കിലോ പോയേക്കാം. ഇങ്ങനെ തേങ്ങി നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അങ്ങനെയാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും ഇതാണ് നമ്മളുടെ അവസ്ഥ. രാവിലെ നമ്മൾ അടുക്കളയിൽ കയറി കറി വെക്കാൻ പോകുമ്പോൾ പോലും നമ്മളുടെ അവസ്ഥ എന്താണ്? ഒരു കാര്യം തീരുമാനിച്ച് അത് വേണോ ഇത് വേണോ, ഇന്ന് സാമ്പാർ വെക്കണോ, ഇന്ന് ഇത് വെക്കണോ, അവസാനം ഒരാൾ നമുക്ക് തീരുമാനിച്ചു തരും. അതാണ് ബുദ്ധി. അത് പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് ബുദ്ധി നമുക്ക് തീരുമാനിച്ചു തരും. അതുകൊണ്ട് ബുദ്ധിയെ പറയുന്നത് നിശ്ചയാത്മിക ബുദ്ധി. ഇതൊക്കെ പ്രസന്ന ടീച്ചർ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ. സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. അതായത് സംശയം കൊണ്ട് എപ്പോഴും ചഞ്ചലമായിരിക്കുന്നത്, ഒന്നും തീരുമാനിക്കാൻ കഴിവില്ലാത്തത്, അതാണ് മനസ്സ് എന്ന് പറയുന്നത്. ബുദ്ധിയാണ് നമുക്കപ്പോൾ നിശ്ചയിച്ചു തരുന്നത്. ആ ബുദ്ധി നിശ്ചയിച്ചു തരുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ബുദ്ധി നമ്മളോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ എന്നാ ശരി ഇന്ന് പോയേക്കാം നമ്മൾ വിചാരിച്ച് ഈ ക്ലാസ്സിലേക്ക് വന്നു. അങ്ങനെയാണ്. അപ്പോൾ സംശയം നിശ്ചയം ഇത് നിരന്തരമായി നമ്മൾ ഉണ്ടാകുന്നതാണ്.
ഈ സംശയവും നിശ്ചയവും ഒക്കെ എന്നിലാണ് ഉണ്ടാകുന്നത് എന്ന തോന്നൽ, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് എന്നിലാണ് നടക്കുന്നത്, ഈ തീരുമാനവും എന്റെയാണ് എന്ന ഭാവത്തിനെയാണ് അഹങ്കാരം, ഗർവം എന്ന് പറയുന്നത്. പിന്നെ ചിത്തം, അപ്പൊ ഇതില് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ചിത്തം എന്ന് പറയുന്നത് മനസ്സല്ല, ഇതിനെ എല്ലാത്തിനെയും സ്മരണയാക്കി വയ്ക്കുന്നത്. അതായത് മനസ്സിലും ബുദ്ധിയിലും അഹങ്കാരത്തിലും ഉണ്ടാകുന്ന വിഷയങ്ങളെ സ്മരണയായി ചേർത്ത് വയ്ക്കുന്നതാണ് ചിത്തം. അപ്പൊ ഇത് മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് അന്ധകരണമാണ്. ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് ന അഹം, ഇതൊന്നും ഞാനല്ല, ഞാൻ മനസ്സല്ല, അത് എന്റെ മനസ്സാണ്, ഞാൻ മനസ്സല്ല, ഞാൻ ചിത്തമല്ല, എന്റെ ചിത്തം, എന്റെ അഹങ്കാരം. അങ്ങനെ പറയുമ്പോൾ അത് ഞാനല്ല. ഇനി അടുത്തത് നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുമല്ലോ. ഈ പറയാൻ പോകുന്നതും ഞാനല്ല. എന്താണ് ശ്രോത്രം? ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി, കേൾവിക്കുള്ള ചെവി അല്ലെ. അത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ പെട്ടതാണ്. നമുക്ക് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, നാക്ക്, ത്വക്ക്, ചെവി, മൂക്ക്, ഇങ്ങനെ 5 ഉണ്ട്. അതിൽ ശ്രോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെവിയാണ്. അപ്പൊ ഞാൻ ചെവിയല്ല, ശ്രോത്രമല്ല. ജിഹ്വേ, നാക്കല്ല. ഈ നാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടത് അല്ലേ. രാവിലെ മുതൽ അടുക്കളയിൽ കയറി ഉണ്ടാക്കിയതും. ഈ 4 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നാക്കിന് അതിലൊക്കെ പോണ എല്ലാത്തിനും അത് തിരിച്ചറിയാൻ പോലും പറ്റില്ല. പക്ഷെ ആ 4 ഇഞ്ചിന് വേണ്ടി നമ്മൾ എന്തോരോ കഷ്ടപ്പെടണല്ലേ. അപ്പൊ ആ നാക്ക്, പിന്നെ നാക്കിനൊരു പ്രത്യേകതയുള്ളത്, നാക്ക് ഒരു കർമ്മേന്ദ്രിയവുമാണ്. സംസാരിക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് കർമ്മേന്ദ്രിയമാണ്, സ്വാദറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയമാണ്. അപ്പോ ശ്രോത്ര ജിഹ്വേ, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്, നജ ഘ്രാണ, ഘ്രാണ എന്ന് പറഞ്ഞാൽ മൂക്ക്, നേത്രേ, നേത്രേ എന്ന് പറഞ്ഞാൽ അത് കണ്ണ്. ഇതിനൊക്കെ ദേവതയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇല്ല, ഇപ്പൊ ഈ 1 മണിക്കൂറിൽ നമുക്കൊന്നും പറയാൻ നേരമില്ല. ഇത്ര തൽക്കാലം മനസ്സിലാക്കുക. ഇതൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ എന്റെയാണ്, പക്ഷെ ഞാനല്ല. നജ വ്യോമ ഭൂമി ന തേജോ ന വായു. വ്യോമ, വ്യോമ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ അന്ധകരണം ഞാനല്ല, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഞാനല്ല. അതായത് ത്വക്ക് പറഞ്ഞില്ല കേട്ടോ, ത്വക്കും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്, അത് പറഞ്ഞില്ല, അതാ ശ്ലോകത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആകാശം ഞാനല്ല, നജ വ്യോമ ഭൂമി, ഭൂമി ഞാനല്ല. തേജ, തേജ എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നി ഞാനല്ല. വായു ഞാനല്ല. അതായത് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ജലം പറഞ്ഞില്ല, പക്ഷെ അത് 5ഉം കൂടെ ചേർത്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞാനല്ല. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പക്ഷെ നമ്മളുടെ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആ പഞ്ചഭൂതങ്ങൾ ഒന്നും ഞാനല്ല. പിന്നെ ഞാൻ ആരാണ്? ചിദാനന്ദ രൂപ ശിവോഹം, ശിവോഹം. ഞാൻ സച്ചിത് ആനന്ദ രൂപനായ എന്റെ ഉള്ളിൽ ചൈതന്യമായിട്ട് വർത്തിക്കുന്ന ഞാനാണ്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ അടുത്തത് പെട്ടെന്ന് പറയണം. നജ പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതു ന വാ പഞ്ചകോശ ന വാക്പാണിപാദൗ ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം. നജ പ്രാണ, ഞാൻ പ്രാണനല്ല. പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസമല്ല, മറിച്ച് ജീവശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ 5 മുഖ്യ പ്രാണന്മാരും 5 ഉപപ്രാണന്മാരുമുണ്ട്. 5 മുഖ്യ പ്രാണന്മാർ എന്ന് പറഞ്ഞാൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഇതൊക്കെ നിങ്ങൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ചത് തന്നെയാണ്. പിന്നെ ഉപപ്രാണന്മാരുണ്ട്. നാഗൻ, കൂർമൻ, കൃകലൻ, ധനഞ്ജയൻ, ദേവദത്തൻ. അങ്ങനെ 5 ഉപപ്രാണന്മാരുണ്ട്. ഈ പ്രാണനൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല. അതായത് ഒന്നിന്റെ തന്നെ, പ്രാണന്റെ തന്നെ
വിവിധ ഫങ്ഷൻസ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഫങ്ഷനാണ്. ഇപ്പൊ വിഷയഗ്രഹണമാണ് പ്രാണനെങ്കിൽ വിസർജനമാണ് അപാനൻ, വിസർജനത്തെ സഹായിക്കുന്നതാണ്. വ്യാനൻ ദഹനത്തെ സഹായിക്കുന്നതാണ്. സമാനൻ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നവനാണ്. ഉദാനം എന്ന് പറഞ്ഞാൽ ചിന്തനം. അങ്ങനെ ഓരോന്നിനും ഓരോ ജോലിയുണ്ട്. അങ്ങനെ ഓരോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്നുള്ളൂ. ഇതൊന്നും ഞാനല്ല. അതായത് എൻ്റെ പ്രാണൻ ഞാനല്ല. സപ്ഞോ, സപ്ഞോ എന്ന് പറഞ്ഞാൽ പേരെന്നാണ്. സജ്ഞ എന്ന് പറഞ്ഞാൽ പേരെന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളുടെ ഒരു വിളയാട്ടത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നാമരൂപങ്ങളൊന്നും നമ്മളല്ല. ഇപ്പൊ സ്വർണം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിന് പേരിട്ടത് നമ്മളാണ്. കമ്മലും മാലയും ഒക്കെ ആയിട്ട് പേരിട്ടത്. മണ്ണ് എന്നൊരൊറ്റ സാധനത്തിന് പല പല പേരുകളിൽ വിളിച്ചത് നമ്മളാണ്. അതുപോലെ ഈ പരമാത്മാവ് തന്നെ പലതിൽ വന്നപ്പോ പല പേരും ഒക്കെ ഇട്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഒരു പേരുകളും ഞാനല്ല എന്ന് ഇവിടെ അർത്ഥം എടുക്കാം, അല്ലെങ്കിൽ പ്രാണന്റെ പേരുകൾ എന്നും എടുക്കാം. നവൈ പഞ്ചവായു. പഞ്ചവായു എന്ന് പറഞ്ഞാൽ ഈ പ്രാണനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 5 പ്രാണന്മാർ, ഇതൊന്നും ഞാനല്ല. നവാ സപ്തധാതുർ. സപ്തധാതുർ, സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ 7 ധാതുക്കൾ നമ്മളുടെ ശരീരത്തിലുണ്ട്. മജ്ജ, അസ്ഥി, പിന്നെ മേധസ്, രക്തം, ചർമ്മം, ഇങ്ങനെ 5 എണ്ണം. അപ്പൊ ഈ 5 എണ്ണവും ഇതൊന്നും ഞാനല്ല. ഇതെല്ലാം എന്റേതാണ്, ഞാനല്ല. നവാ സപ്തധാതു നവാ പഞ്ചകോശ. 5 കോശങ്ങൾ. 5 കോശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 5 കോശങ്ങളുണ്ട്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങൾ നമ്മളുടെ ശരീരത്തിലുണ്ട്. ഈ 5 കോശങ്ങളും ഞാനല്ല, അതെല്ലാം എന്റേതാണ്. നവാക്പാണി പാദൗ ന ചോപസ്ഥപായു. വാക്ക്, പാണി, പാദം, ഉപസ്ഥം, പായു, ഇത് 5 എണ്ണം കർമ്മേന്ദ്രിയങ്ങളാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ നാക്ക് തന്നെയാണ്. പാണി എന്ന് പറഞ്ഞാൽ കയ്യാണ്. പാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പാദം. പിന്നെ ഉപസ്ഥം, ഉപസ്ഥം എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളാണ്. പായു എന്ന് പറയുന്നത് വിസർജനേന്ദ്രിയങ്ങൾ. അപ്പൊ ഇതൊന്നും ഞാനല്ല. ഇതെന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗമാണ്, പക്ഷെ ഇതൊന്നും ഞാനല്ല. അഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. രാത്രി വേഗം പോവുകയാണ്. നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സല്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമേ ദ്വേഷരാഗം. ദ്വേഷവും രാഗവും ഒക്കെ നമ്മളുടെ മനസ്സിന്റെ കൽപ്പനകളാണ്. ചില വസ്തുക്കളോട് നമുക്ക് ദ്വേഷം, ചിലതിനോട് നമുക്ക് രാഗം, ഇഷ്ടം. ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ കൽപ്പനകളാണ്. അല്ലാതെ ഒരു വസ്തുവും ഇവിടെ ദ്വേഷമായിട്ടോ രാഗമായിട്ടോ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മനസ്സുകൊണ്ടാണ് നമ്മളതിനെ ഇഷ്ടമല്ലാതാകുന്നതും ഇഷ്ടമുണ്ടാവുന്നതും, അല്ലെ? ചിലർക്കൊക്കെ ചിലത് ഇഷ്ടമാണ്, ചിലർക്ക് അതേ സാധനം തന്നെ ചിലർക്ക് ഇഷ്ടമല്ല. ദ്വേഷരാഗവും. നമേ ലോഭമോഹവും. ലോഭം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കിട്ടിയത് പോരാന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ലോഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു ചിന്ത, അത് ഞാനല്ല. പിന്നെ മോഹം. മോഹം എന്ന് പറഞ്ഞാൽ തീരാത്ത ആഗ്രഹം, അതാണ് മോഹം. ഇതൊക്കെ നമുക്കുള്ള സ്വഭാവങ്ങളാണ്, പക്ഷെ ഇതൊന്നും ഞാനല്ല. മതോ നൈവ. മതം. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. നൈവ എന്ന് പറഞ്ഞാൽ ന ഏവ എന്നാണ് കേട്ടോ. മേ നൈവ മത്സര്യഭാവം. മത്സരഭാവവും ഞാനല്ല. ഈ മത്സരഭാവം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അറിയാലോ, നമ്മളൊരു മത്സര ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജയിക്കാനുള്ള ആഗ്രഹം എന്നാണ് മത്സരം എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ ശബ്ദധാരാവലിയിലൊക്കെ അതിന് അസൂയ എന്ന അർത്ഥം പറയുന്നുണ്ട്. അപ്പൊ ജയിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമാണെങ്കിൽ മത്സരം കുഴപ്പമില്ല. അത് അസൂയ എന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നമാണ്. ഇന്ന് നമ്മൾ ഏത് ഇതിലാണ് മത്സരങ്ങളില്ലാത്തത്? എല്ലായിടത്തും മത്സരങ്ങളാണ്. ഞാനൊരു സുഭാഷിതത്തിൽ പറഞ്ഞിരുന്നു, വിവാഹവേദികളിൽ പോലും ഇന്ന് മത്സരമാണല്ലേ. ആഹാരത്തിന്റെ കാര്യത്തിലും ആഭരണത്തിന്റെ കാര്യത്തിലും, എന്തിനാ പറയുന്നത്, ഹോള് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും
അങ്ങനെ എല്ലായിടത്തും മത്സരങ്ങളാണ്. ആ മത്സരത്തിന്റെ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് തന്നെ. അപ്പൊ ഈ മത്സരമൊന്നും ഞാനല്ല. മത്സരം കുഴപ്പമില്ല. എപ്പോഴാണോ തൻ്റെ കഴിവിനെ പ്രകടമാക്കാൻ വേണ്ടി ഞാൻ മത്സരിക്കുന്നു എന്ന ഭാവത്തോടെ മത്സരിച്ചാൽ കുഴപ്പമില്ല. അത് അസൂയ എന്ന ഇതിലേക്ക് പോകുമ്പോഴാണ്. അസൂയ എന്ന് പറഞ്ഞാൽ ഗുണേഷു ദോഷദർശനം അസൂയ എന്നാണ്. ഗുണങ്ങളിലും ദോഷം കാണുന്ന സ്വഭാവമാണ് അസൂയ. അപ്പൊ അതിലേക്ക് പോകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. നമ്മൾ ഇന്നാൾ കണ്ടില്ലേ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തില് വലിയൊരു മത്സരം. അപ്പോ അതാണ് മത്സരം. മത്സര്യഭാവം ഞാനല്ല. ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് നാലും ഞാനല്ല. ഇത് നാലും എന്താണ്? നിങ്ങൾ പഠിച്ചതാണല്ലോ. ഇത് നാലും ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങൾക്ക് മുകളിലുള്ള 4 തൂണുകളാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ മുകളിലാണ് ഭാരതീയ സംസ്കാരം കെട്ടിപ്പടുത്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് എന്താണോ അതാണ് ധർമ്മം. അതായത് നമ്മളെ ഇവിടെ നിലനിർത്തുന്ന നമ്മളുടെ ഉണ്മ, അതേ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ധർമ്മമാണ്. നമ്മളെ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം ധർമ്മമാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് വേദോഖിലോ ധർമ്മമൂലം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ വേരന്വേഷിച്ചു പോയാൽ, ധർമ്മത്തിന്റെ വേരന്വേഷിച്ചു പോയാൽ നമ്മൾ വേദത്തിലാണ് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ആചാര പ്രഭവോധർമ്മ, നമ്മളെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നമ്മളുടെ ഉണ്മയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതെല്ലാം നമ്മളുടെ ധർമ്മമാണ്. അപ്പൊ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരാൾ ജീവിക്കണം. അതുകൊണ്ടാണ് ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ആദ്യം ധർമ്മം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ധാർമ്മിക ജീവിതം നയിക്കുക. രണ്ടാമത് പറഞ്ഞത് അർത്ഥമാണ്. അങ്ങനെ ധാർമ്മിക ജീവിതം നയിച്ചുകൊണ്ട് മാത്രം നേടിയെടുക്കുന്ന അർത്ഥം, അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം മാത്രം. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമാണല്ലോ. അർത്ഥം മാത്രം. ഒരാള് ശരിയായിട്ടുള്ള കക്കാനും പിടിച്ചു പറിക്കാനോ ഒന്നും പോകാതെ തന്റെ ജോലി ആത്മാർത്ഥമായി ചെയ്ത അയാൾക്ക് 10,000 രൂപയെ കിട്ടുന്നുള്ളൂങ്കിൽ അതാണ് അയാളുടെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് കാമമാണ്, ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും വേണം. എന്തിനുള്ള ആഗ്രഹം? ഈ കിട്ടിയ അർത്ഥത്തിനുള്ള ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4ാമത്തെ ഘട്ടമായ മോക്ഷം എന്ന മോഹക്ഷയത്തിലേക്ക് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്താൻ പറ്റും. അതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം, അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം, കിട്ടിയ അർത്ഥത്തിന് മാത്രമുള്ള കാമം. അങ്ങനെയാണെങ്കിൽ മോക്ഷത്തിലേക്ക് എത്താം. അയൽവക്കത്ത് BMW കാറുണ്ടെന്ന് പറഞ്ഞ് എന്റെ 10,000 രൂപ വരുമാനമുള്ള ആൾ അത് മേടിക്കണം എന്ന് തോന്നിയാൽ ശരിയാവില്ല. അപ്പോഴേക്ക് മോഹക്ഷയമല്ല ഉണ്ടാവണേ, ജയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള അതാണ് ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ധർമ്മമല്ല, അർത്ഥമല്ല, കാമമല്ല, മോക്ഷമല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അടുത്ത് വായിക്കാം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം, പുണ്യം ഞാനല്ല. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുണ്യം. ധർമ്മത്തിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെല്ലാം പാപം. എന്തിനാണ് ഈ പുണ്യവും പാപവും ഒക്കെ? നമ്മൾ ഈ പുണ്യം കിട്ടാൻ നോക്കുന്ന എന്തിനാ വെച്ചാൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. ഇത് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് പുണ്യമില്ല. കാരണം അദ്ദേഹത്തിന് ആ പുണ്യത്തിന്റെ ആവശ്യമില്ല. അത് ആ പുണ്യം കിട്ടിയിട്ട് നമ്മൾ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സുഖം അദ്ദേഹം ഇവിടെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇവിടെ ന പുണ്യം ന പാപം, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാനുമായിട്ട് ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. സൗഖ്യം, സുഖദുഃഖങ്ങളുണ്ടോ? അതുമില്ല. കാരണം ഈ പുറത്തേക്കല്ല നോക്കിയിരിക്കുന്നത്. പുറത്തേക്ക് നോക്കുന്നവർക്കാണ് സുഖവും ദുഃഖവും ഒക്കെ ഉള്ളത്. ഈ സുഖവും ദുഃഖവും രാഗവും ദേഷ്യവും ഒക്കെ മനസ്സിന്റെ കൽപ്പനകളാണ് കേട്ടോ. നമുക്കറിയാം, ഒരാളുടെ സുഖമല്ല വേറൊരാളുടെ സുഖം, ഒരാളുടെ ദുഃഖമല്ല വേറൊരാളുടെ ദുഃഖം. മദ്യപാനം മദ്യപാനിക്ക് സുഖമാണ്, മദ്യം കഴിക്കാത്തവർക്ക് മദ്യപാനം ദുഃഖമാണ്, അല്ലെ? അങ്ങനെ പിന്നെ ഏത് പരിസ്ഥിതിയെയും നമുക്ക്
സുഖമുള്ളതാക്കാനും ദുഃഖമുള്ളതാക്കാനും കഴിയുന്നതാണ് വേദാന്തത്തിൽ പറയുന്നത്. അതിനൊക്കെ മനസ്സാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭരതനാട്യം കാണാൻ പോയിരുന്നു, അവിടെ ഇരുന്നപ്പോ ഉടനെ മനസ്സിൽ തോന്നി വീട് പൂട്ടിയിട്ടുണ്ടാവോ എന്ന് ചിന്തിച്ചാൽ ഇന്ന് നമ്മൾ ഭരതനാട്യം കാണുമോ? ഇല്ല. ഇന്ന് നമ്മളുടെ ചിന്ത മുഴുവനും ഇതാണ്. മനസ്സങ്ങനെയാണ്, നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെ എവിടെ വേണോ എപ്പോ വേണോ പോകാൻ കഴിയുന്നത്. അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ദുഃഖം ന മന്ത്രോ. നീ മന്ത്രം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ. കാരണം മന്ത്രം എന്ന് പറയുന്നത് മനനാത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഇവിടെ രക്ഷയുടെ ആവശ്യമില്ല, ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാൻ ശിവോഹം എന്ന് പറയാൻ കഴിയുന്ന ഒരാൾക്ക് മന്ത്രത്തിന്റെ ആവശ്യമില്ല, മന്ത്രജപത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്നാ തീർത്ഥം. തീർത്ഥം എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്നുള്ള അർത്ഥമാണ്. തീർത്ഥ സ്നാനങ്ങളിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തന്നെ വിശുദ്ധനാണ്. അദ്ദേഹം എത്തിപ്പെടുന്നിടമെല്ലാം തീർത്ഥമായി മാറുകയാണ് ചെയ്യുന്നത്. ശങ്കരാചാര്യ സ്വാമികളോട് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, 11 വയസ്സായപ്പോൾ നീ കാശിക്ക് പൊക്കോളൂ, കാശിക്ക് പോയിട്ട് നീ ഭാരതം മുഴുവനും സഞ്ചരിച്ച് തന്റെ അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം സഞ്ചരിച്ച ഇടങ്ങളെല്ലാം തീർത്ഥസ്ഥലങ്ങൾ, അതായത് പുണ്യസ്ഥലങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. തീർത്ഥം ന വേദ. വേദ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ അറിയാനുള്ള വിഷയങ്ങളാണ് വേദത്തിൽ പറയുന്നത്. ന വേദ ന യജ്ഞ. അഹം ഭോജനം ന ഏവ ഭോജ്യം ന ഭോക്ത. ഭോജനം, ഭോജനം എന്ന് പറഞ്ഞാൽ ആഹാരം. പിന്നെ ന ഏവ ഭോജ്യം, ഭക്ഷണം. ഭോജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. പിന്നെ ഭോക്ത, ഞാൻ നേരത്തെ പറഞ്ഞില്ല ത്രിപുടി എന്ന്. ആ ത്രിപുടി മുടിയുമ്പോഴാണ്, ത്രിപുടി ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ശിവോഹം എന്ന് പറയാൻ കഴിയുക. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്നാണ് പറഞ്ഞത്. ധ്യാനത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തെ അദ്ദേഹം പറഞ്ഞത് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. ആ ത്രിപുടി പോയി കഴിഞ്ഞിട്ട് ഒരു പ്രകാശം നമ്മിൽ തെളിഞ്ഞു വരും. അത് അപ്പോ ഇതൊന്നും ഞാനല്ല, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അടുത്തത് ന മൃത്യുർന ശങ്ക ന മേ ജാതി ഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർ ന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മൃത്യു. സത്യമറിഞ്ഞവൻ അമൃതത്വം അനുഭവിക്കുന്നവനാണ്. അതായത് മരണമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നവനാണ്. തന്നെയല്ല, അദ്ദേഹത്തിന് മരണഭയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. നമ്മൾ ഇതിനു മുൻപ് പല ജന്മങ്ങളിൽ മരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ ജന്മങ്ങളിലെല്ലാം നമ്മൾ മരിച്ചിട്ടുണ്ട്. ഈ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് ബാല്യം മരിച്ചിട്ട് കൗമാരം വന്നു, കൗമാരം മരിച്ചിട്ട് യൗവനം വന്നു, യൗവനം മരിച്ചു വാർദ്ധക്യം വന്നു, ഇനി അവസാനം ഒരു മരണം കൂടിയുണ്ട്. അപ്പൊ പല മരണങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മരണത്തോട് ഇത്ര ഭയമുള്ളത്. ആ മരണഭയമൊന്നും സത്യമറിഞ്ഞവനില്ല. അവൻ മൃത്യുവിനെ ഭയക്കുന്നില്ല, അമൃതത്വം അനുഭവിക്കുന്നവനാണ്. പിന്നെ ശങ്ക. ശങ്ക എന്ന് പറഞ്ഞാൽ സംശയം. ഒരു സംശയവും ഇല്ല. സംശയമാണ് സംശയാത്മാ വിനശ്യതി എന്നാണ് ഗീതയിൽ പറയുന്നത്. സംശയിക്കുന്നവന് സർവനാശമാണ് ഫലം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് വിളക്ക് കത്തിക്കുമ്പോഴും അത് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് ചെയ്താൽ അത് ശരി. പലരും ചോദിക്കില്ല, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ. നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ വിഷയങ്ങൾ വെച്ച് നമ്മൾ പലതും ചെയ്യുന്നെങ്കിൽ അത് ശരി എന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ ചെയ്താൽ പിന്നെ പ്രശ്നമില്ല. സംശയിച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഒരു പാലത്തിൽ കൂടെ, ഈ തടിപ്പാലത്തെ കൂടെ ഒക്കെ നടക്കുമ്പോൾ സംശയിച്ച് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴും എന്നുള്ളത് ഉറപ്പാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, സംശയാത്മാ വിനശ്യതി, സർവനാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് സംശയമേ ഇല്ല, ഒരു സംശയവും ഇല്ല. ഞാൻ ആരാണെന്നുള്ള സംശയം പോലും ഇല്ല. നമുക്ക് ആ സംശയമുണ്ട്, ഇത് അതുപോലും ഇല്ല, ഒരു സംശയവും ഇല്ല. നമുക്ക് ശങ്ക നമേ ജാതിഭേദ. എനിക്ക് ജാതിഭേദങ്ങളൊന്നും. പിതാ ന ഏവ. പിതാവില്ല, എനിക്ക് പിതാവില്ല.
പിതാവില്ല, മേ മേ നൈവ മാതാ, എനിക്ക് മാതാവില്ല, ന ജന്മ, പിതാവുമില്ല, മാതാവുമില്ല, ജന്മവുമില്ല. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അജൻ എന്ന് വിളിക്കും, ജന്മമില്ലാത്തവൻ. അല്ലെ? രാമായണത്തിലൊക്കെ എത്രയോ പേരുകളാണ് ആ ബാലകാണ്ഡത്തിൽ ഒരു ഭാഗത്ത് ഭഗവാനെ കുറിച്ച് പറയുന്നത്. നിർവികാരൻ, നിർഗുണൻ, നിരാമയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അജൻ, അങ്ങനെ ഒരുപാട് പേരുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ആത്മാവിന് ബാധകമാണ്. ന ബന്ധു ന മിത്രം ഗുരു നൈവ ശിഷ്യ. യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല, എനിക്ക് ബന്ധുക്കളോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. കാരണം മറ്റേ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ തന്റെ ഭജഗോവിന്ദിൽ ചോദിക്കുന്നുണ്ട്, കാതേ കാന്ത കസ്തേ പുത്ര, നിന്റെ ഭാര്യ ആരാ, നിന്റെ ഭർത്താവ് ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ കസ്ത്വം കോഹം കുത ആയാത, നീ ആരാ, നീ എവിടെന്ന് വന്നു, ഇതൊക്കെ നീ ചിന്തിക്കൂ ജീവിതത്തിൽ. അപ്പോഴാണ് നിനക്ക് ഈ ഞാനിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോ ന ബന്ധുർ ന മിത്രം ഗുരുർ നൈവ ശിഷ്യ. ഗുരു, ശിഷ്യൻ ഒന്നുമില്ല. നമ്മള് ഭഗവത്ഗീതയിൽ അവസാനം ഒരു ശ്ലോകമുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാം പരിത്യജിച്ചിട്ട് എന്നിൽ ശരണം പ്രാപിക്കൂ. അപ്പോ മാ ശുച, നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല ജീവിതത്തിൽ എന്ന്. അതിന്റെ ഒരു വേറൊരു വെർഷനാണിത്. പിന്നെ അടുത്തത്, അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതോ നൈവ മുക്തിർന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇപ്പൊ നമ്മളുടെ ആ പുറത്തുണ്ടായിരുന്നതിനെ എല്ലാത്തിനെയും തള്ളി, ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇത് ഞാനല്ല എന്ന് പറഞ്ഞ് തള്ളി. അവസാനത്തെ ശ്ലോകത്തിൽ ഞാൻ ആരാണ് എന്നാണ് പറയുന്നത്. ഞാൻ ആരാണ്? അഹം നിർവികൽപ. ഈ മനസ്സിന്റെ സ്വഭാവം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സ്വഭാവം ഇല്ലാത്ത ഒരാള്. നിർവികൽപ, വികല്പങ്ങളില്ല, എനിക്ക് മാറ്റമില്ല, ഒരിക്കലും മാറ്റമില്ല, സത്യമാണ്, 3 കാലത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്നവനാണ്. നിരാകാര രൂപോ, എനിക്കൊരു ആകാരമില്ല. ഇലക്ട്രിസിറ്റിക്ക് രൂപമില്ല നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പരമാത്മാവിന് രൂപമില്ല, നിരാകാരനാണ്. വിഭുത്വ, പക്ഷെ ഞാൻ വിഭുവാണ്. വിഭുവാണെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നാണ്. ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നത്. പുരുഷ സൂക്തത്തിലൊക്കെ പറയുന്ന അങ്ങനെയാണ്, പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിട്ട് കുറെ അങ്കുലം പുറത്തേക്ക് തള്ളിയും കൂടെ നിൽക്കും, അത്രയും വ്യാപനം. ഈ വ്യാപനശീലം എന്ന് പറയുന്നത് എത്രയും സൂക്ഷ്മമാകുന്നുവോ അത്രയും വ്യാപനത്വം കൂടും. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും വ്യാപനത്വമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായത് ആകാശമാണ്. ആകാശത്തിനാണ് വ്യാപനത്വം കൂടുതലുള്ളത്. നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുമല്ലോ 6-ല്, അതുപോലെ തന്നെ ഹോമിയോ മരുന്നുകൾ, അതിലൊക്കെ മരുന്നിന്റെ അംശം വളരെ കുറവാണ്. അതായത് കോബ്ര പോയിസൺ എന്ന് വരെ മരുന്നുണ്ടാക്കും. ഒരു തുള്ളി പോയിസൺ എടുത്ത് അതിൽ 100 തുള്ളി ആൽക്കഹോൾ ചേർത്ത്, അതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് 100 തുള്ളി ചേർത്ത്, അതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് 100 തുള്ളി ചേർത്ത്, ഇങ്ങനെ ആവർത്തിച്ച് അവസാനം വരുന്നതിന് പവർ കൂടുതലാണ്. അപ്പൊ എത്രയും സൂക്ഷ്മമാകും തോറും അതിന്റെ ശീലം കൂടും. അപ്പൊ ഇവിടെ വിഭു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് നിൽക്കുന്നത് എന്നാണ്. വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിലും ഇതാണ് കാണുന്നത്, എല്ലാ ഇന്ദ്രിയങ്ങളിലും കാണുന്നത് ഞാനാണ്. നചാസംഗതോ നൈവ മുക്തിർന ബന്ധ, എനിക്ക് ഒന്നിനോടും ഒരു സംഘവുമില്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല. ന ഏവ മുക്തിയും എനിക്ക് ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി മുക്തനാണ്. പിന്നെ എന്തിനാ മുക്തിർന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പൊ ഇതിൽ എല്ലാത്തിലും അവസാനം പറയുന്നത് ഞാൻ ശിവ, അതായത് സച്ചിദാനന്ദ സ്വരൂപമായ നമ്മിലെ ജീവാത്മാവ്, നമ്മിലെ ഉണ്മ എന്ന് പറയുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. അതിൽ രണ്ടെന്ന ഭാവം നമുക്ക് വേണ്ട. അത് തന്നെയാണ് അദ്വൈതം എന്ന് പറയുന്നത്, ദ്വൈതമില്ലാത്ത അവസ്ഥ. ആ അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിക്കുകയാണ് ഇത് ഈ 6 ശ്ലോകങ്ങളിലൂടെ ശങ്കരാചാര്യ സ്വാമികൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആ ട്രൂ സെൽഫിനെ അറിയാൻ, അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ത്രിപുടി മുടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക്,
പോകുമ്പോഴാണ് നമുക്ക് സത്യസാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അപ്പൊ വേദാന്തത്തിലൊക്കെ പറയുന്നത് സ്വയം അറിയാത്തവന് മറ്റുള്ളവരെ അറിയാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് മരണത്തിന് മുമ്പെങ്കിലും നമ്മൾ സ്വയം അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള സുഖ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ശാശ്വതമല്ല. നമുക്ക് ശാശ്വതമായ സുഖമല്ല, സുഖത്തിലപ്പുറമുള്ള ബ്ലിസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ആനന്ദം നമ്മൾ അനുഭവിക്കണമെങ്കിൽ പുറമേയുള്ള പലതിനെയും നമ്മൾ നീക്കിക്കളയേണ്ടത് അത്യാവശ്യമാണ്. അതൊന്നും ഞാനല്ല, അത് എന്റേത് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് വേണം. നമ്മൾ എല്ലാവരിലും ഒരേ ഈശ്വരൻ തന്നെയാണ് ഇരിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ നമുക്ക് ആരോട് വെറുപ്പ്, ആരോട് മാത്സര്യം, ആരോട് സ്നേഹം കൂടുതൽ, ഇതൊന്നുമില്ലല്ലോ. ഭഗവാൻ അങ്ങനെയാണ്. ആരോടും കൂടുതൽ സ്നേഹവുമില്ല, കൂടുതൽ വിരോധവുമില്ല. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഖ ദുഃഖങ്ങൾക്കും കാരണം അന്വേഷിക്കും. ഇങ്ങനെ ഈ ഒരു തലത്തിലേക്ക് എത്തിയ ശിവോഹം എന്ന് പറയാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് ദുഃഖങ്ങളില്ല. മറ്റേത് നമ്മൾ ചോദിക്കും, നമ്മളുടെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ കാരണം പലരുമാണ് എന്നാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറയുന്നത്. ഭാര്യ ഭർത്താവാണെന്ന് പറയും, ഭർത്താവ് പറയും നമ്മൾ പറയാം അയൽവക്കക്കാരനാണ്. അങ്ങനെ ഓരോ കാരണങ്ങൾ പറയും. ഇങ്ങനെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ കാലാകാലങ്ങൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി സഗുണ ആരാധന ശീലിക്കുകയാണ്. അതായത് നമുക്ക് ആ ചൈതന്യത്തെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ ആശ്രയിച്ചു മാത്രം അതിനെ അറിയുന്നവരാണ്. അതിനെയാണ് നമ്മൾ സഗുണ ആരാധന എന്ന് പറയുന്നത്. നിർഗുണ ആരാധന എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ, ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളെ പോലെ തിരിച്ചറിയാൻ കഴിയുന്നത് നിർഗുണ ആരാധനയാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മളൊക്കെ ഒരുപാട് ദൂരം ഇനി സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പൊ ആ സുഷുപ്തിയിലെ സുഖം ജാഗ്രതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം ജാഗ്രതയിൽ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ്സ് നമുക്ക് തള്ളി നീക്കേണ്ടി വരും. അതായത് എപ്പോഴാണ് നമ്മൾ തള്ളി നീക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഹു ആം ഐ എന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. നമ്മൾക്ക് നമ്മളുടെ വേദങ്ങൾ കിട്ടിയത് പോലും, നമ്മളുടെ പണ്ടത്തെ ഋഷിവര്യന്മാരെന്ന് പറയുന്നത് വളരെ അന്വേഷണ കുതികകളായിരുന്നു. അവര് 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് ആലോചിച്ചത്. ഒന്ന്, ഞാൻ ആരാണ്? അതായത് എന്നിൽ എല്ലാം ഇങ്ങനെ കൃത്യതയോടെ നടന്നു പോകുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ ഞാൻ ആരാണ്? അതൊന്ന്. രണ്ടാമത്, ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഈ ചിട്ടയോടെ ഇതൊക്കെ നടക്കുന്നതിന്റെ നിയാമകൻ ആരാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് അവരുടെ മനക്കണ്ണുകളിൽ അവര് കാണുകയും അതുപോലെ ചെവികളിൽ അശരീരികളായിട്ട് കേൾക്കുകയും ചെയ്ത വിഷയങ്ങളാണ് വേദങ്ങളിലെ പ്രതിപാദ്യ വിഷയം. അപ്പൊ അങ്ങനെ വിചാരം ചെയ്തത് കൊണ്ടാണ് നമുക്ക് വേദങ്ങളൊക്കെ കിട്ടിയത്, നമുക്ക് ഈ ബ്രഹ്മവിദ്യയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ആര്? ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ നിയാമകൻ ആരാണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അപ്പൊ നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുള്ളതിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഭഗവത്ഗീത തത്വമസി എന്ന മഹാവാക്യത്തിന്റെ വ്യാഖ്യാനമാണ്. ഈ തത്വമസിയില് തത്വം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ത്വം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്. ആദ്യത്തെ 6 അധ്യായങ്ങൾ ത്വം എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്, ആരാണ് നമ്മൾ ഓരോരുത്തരും ആരാണ്. അടുത്ത 6 അധ്യായങ്ങൾ തത്വനെയാണ് വിവരിക്കുന്നത്, പരമാത്മാവ് ആരാണ്. അടുത്ത 6 അധ്യായങ്ങൾ ജീവപരയോരൈക്യം, എങ്ങനെ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒരു ലയിച്ചു ചേരൽ സാധ്യമാകും. ഇതിനെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആദ്യത്തേത് കർമ്മയോഗവും, രണ്ടാമത്തെ ഭാഗം ഭക്തിയോഗവും, മൂന്നാമത്തെ ഭാഗം ജ്ഞാനയോഗവുമാണ്. അതാണ് ഭഗവത്ഗീതയിലെ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ അദ്വൈത അനുഭൂതി ഉണ്ടായവര് അവര് തിരിച്ചറിഞ്ഞവരാണ്. നമ്മൾ എന്തിനോടെല്ലാം എന്റേത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്നുവോ അതൊന്നുമല്ല നമുക്ക് ജീവിതത്തിൽ സുഖം തരുന്നത്. അതിലപ്പുറം നമ്മളെ ഇവിടെ നിലനിർത്തുന്ന ആ ചൈതന്യമാണ്. നാമകീർത്തനത്തിൽ പറഞ്ഞ പോലെ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്
കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് മാത്രം ഒന്നും ചെയ്യാനാവില്ല. അതറിയണമെങ്കിൽ മനസ്സ് വേണം. ഇന്ദ്രിയ വിഷയങ്ങൾ മനസ്സിലാക്കാൻ മനസ്സ് വേണം. അതാണ് കണ്ണിന് കണ്ണ് മനം. മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ. ആ പൊരുളും കൂടെ വേണം, അപ്പോഴേ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോ ഇവിടെ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ തന്റെ ശിഷ്യന്മാർക്ക് ആ ബ്രഹ്മം എന്ന ആ സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതാണ് ഈ നിർവാണ ഷഡ്കം. അപ്പൊ ഇത് നമ്മളുടെ ഏത് പുസ്തകം എടുത്തു നോക്കിയാൽ, ഇപ്പൊ ഭാഗവതം എടുത്തു നോക്കിയാൽ ഭാഗവതത്തിലും ചതുശ്ലോകി ഭാഗവതം ഉണ്ട്, അതിൽ ഇത് തന്നെയാ പറയണേ. നാരായണീയത്തിലും പറയുന്നുണ്ട്. നാരായണീയത്തില് ഒരു ശ്ലോകമുണ്ട് 108-ാമത്തെ അധ്യായത്തില്. നോ തിര്യഞ്ചം ന മർത്യം ന ചസുരമസുരം ന സ്ത്രീയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിയും ഗുണമപി സദ്വാപി രൂപമാഹു ശിഷ്ടം യത്സ്യാന്നിഷേധി. അതിൽ പറയുന്നത് ഞാൻ ഈ പറയുന്ന ഒന്നുമല്ല, പരമസുഖമയം. ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്കറിയാലോ, സാന്ദ്രാനന്ദാവബോധം. അതായത് ആനന്ദം അത് സാന്ദ്രമായിട്ട് കട്ടയായത്, ആനന്ദക്കട്ട. അവസാനം പറയുന്ന ഭാഗ്യം, അതിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന്. അപ്പോൾ ഇതിന് നമ്മൾ പലയിടങ്ങളിലും ഈശ്വരനെ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഈശ്വരനെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ മതി, കാണും എന്ന് നമുക്ക് മനസ്സ് പറഞ്ഞു തരികയാണ്. നാരായണത്തിൽ പറഞ്ഞ പോലെ ഹസ്തലബ്ധേ അതിന്യത്, കയ്യിലിരിക്കുന്നതിനെയാണ് നമ്മൾ അന്വേഷിച്ച ഈ ലോകം മുഴുവനും പാഞ്ഞു നടക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെയുള്ള ഈശ്വരനെ അറിയുക, അത് തന്നെയാണ് ഭക്തി എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്. അതായത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവഗരീയസി. തന്നെ അറിയുക എന്നുള്ളതാണ് ഭക്തി. ആ ഭക്തിയാണ് മോക്ഷകാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായത്. അപ്പൊ അവനവനെ അറിയാൻ ധ്യാനത്തിലൂടെ ആ നിർവികൽപ്പ സമാധിയിലെത്തിയാൽ നമുക്ക് അറിയാം. പക്ഷെ അതറിയാൻ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ കോണിപ്പടികളാണെന്ന് പറയും. അതായത് നമുക്ക് കയറി പോവാനുള്ളതാണ്. ഒരു സമയം നമ്മൾ ഈ കോണിപ്പടി ഉപേക്ഷിക്കണം. കാരണം പോൾ വാൾട്ട് കുത്തിച്ചാടുന്നയാള് ഹയർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഇത് വിടുന്നത് പോലെ വിട്ട് നമ്മളുടെ ഉള്ളിലെ ഈശ്വരനെ അറിയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടി, പടിപടിയായി ഉയരാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളതാണ് ഇതെല്ലാം. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ പടി തന്നെ എന്നും വേണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ഇത്. നമ്മൾ ഉയരുന്നില്ല, ഇതേ ഉള്ളൂ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ. ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഇനിയും ഞാൻ ശിവോഹം എന്നുള്ള അവസ്ഥയിൽ എത്തിയതാണോ എന്നാലും ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നുമില്ല. നമ്മള് അതിനേക്കുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരാൾ വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാവരും തന്നെ ആ ഒരവസ്ഥയിലേക്കാണ് ഇത്. അപ്പൊ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽബദം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണ. അപ്പൊ ധ്യാനത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ അവസാനത്തെ വരി നമുക്ക് ഉപയോഗിക്കാം. ധ്യാനം ചെയ്യുമ്പോൾ ഓങ്കാരം കൊണ്ടൊക്കെ ധ്യാനിക്കുന്നത് പോലെ തന്നെ കണ്ണടച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയാം: ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ നമ്മളും കുറച്ചൊരു ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്ന, മറ്റേ നിർവികൽപ്പ സമാധിയിലേക്കൊന്നും എത്തുന്നല്ല, ധ്യാനത്തിന്റെ ഒരു സുഖം അനുഭവിക്കാൻ നമുക്കും ഒരുപക്ഷെ കഴിഞ്ഞേക്കും. അതൊക്കെയാണ്. സമയം ഒരുപാടായി. അതും താങ്ക് യു സോ മച്ച് ഉഷ ആന്റി. വളരെ ഇൻഫോർമേറ്റീവും വളരെ ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു. ഇന്ന് നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉള്ളത്, ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷനിൽ. 216 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇന്ന്. നല്ല ഇൻഫോർമേറ്റീവ് ആയ സെഷൻ ആയിരുന്നു ആന്റി. അപ്പോൾ ഡൗട്ട്സ് ആന്റിമാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്താൽ മതി. അപ്പോൾ അവരെ അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട്സ് ചോദിക്കാം.
ഓക്കെ, സുജ ആന്റിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ആന്റിക്ക് അൺമ്യൂട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ലക്ഷ്മി, ഉം. ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഞാൻ 5 മണിക്ക് എനിക്ക് ബുക്കിംഗ് ഉള്ളതാ. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ഹാൻഡ് റൈസ് ചെയ്തവർക്ക് പറയാം. അല്ലാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഇതിലേക്ക് ഒന്ന് എഴുതിയിടാവോ? ഓക്കെ ആന്റി. ആർക്കെങ്കിലും ആ അപ്പൊ ഹാൻഡ് റൈസ് ചെയ്തവർക്ക് പറയാം. അത് പറയൂ എന്താന്ന് വെച്ചാൽ. ഓക്കെ ആന്റി. സുജ ആന്റി പറഞ്ഞു. വിബുദ്വാച്ച എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലാസ്റ്റ് ശ്ലോകത്തില് ഏതാ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് ശ്ലോകത്തിലെ വിബുദ്വാച്ച സർവത്ര സർവേ. ഞാൻ വിഭു ആണെന്ന്. വിഭു എന്നുള്ളതാണോ? ഞാൻ വിഭുവുമാണ്. താങ്ക് യു. വിഭു എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അടുത്തതായി ലതിക കുമാരി ആന്റി അൺമ്യൂട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഹരിയോ, എനിക്ക് ഒരു സംശയം. നമുക്ക് ഇത് സന്ധ്യക്കൊക്കെ നാമം ജപിക്കുന്നത് മാതിരി ഇത് ചൊല്ലാൻ പറ്റിയതാണോ എന്നാണ് എനിക്കറിയാൻ. തീർച്ചയായിട്ടും ചൊല്ലാം. കണ്ണടച്ചിരുന്നുകൊണ്ട് ചൊല്ലിയാലും നമുക്ക് നല്ല ഒരു സുഖം കിട്ടുന്ന ഒരു ഇതാണ് ആ ശിവോഹം ശിവോഹം എന്ന് പറയുമ്പോൾ. Okay, aunty. Thank you so much, aunty. It was a very beautiful session. Thank you, aunty. അപ്പൊ ഞാനിത് ഭഗവത്ഗീത എടുക്കണം എന്ന് സ്മൃതി പറഞ്ഞതിന്റെ ഒരു മുന്നോടിയായിട്ട് അതിന്റെ ഒരു എന്താ പറയുക, ചെറിയ ഒരു അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ കുറച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും പ്രാണനും ഒക്കെ തന്നെയാണ് അതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ അത് തുടങ്ങുമ്പോൾ ക്ലാസ് ഒരുപാട് നന്നായി. നമ്മള് ധ്യാനം ഇങ്ങനെ കുറച്ച് ശീലിക്കാറുണ്ട്. ഇപ്പം അത് ഈ ഇതിലൊക്കെ ഓരോ ഗ്രൂപ്പുകൾ ഇപ്പൊ വരണ്ടല്ലോ. കുറെ നാള് മുമ്പ് തുടങ്ങി ധ്യാനിച്ച് ഇപ്പൊ ഈ ക്ലാസ്സിൽ അതിന്റെ ഏതൊക്കെയോ ഒരു കുറെ എന്തൊക്കെയോ പോയിട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. ടീച്ചറോട് ഒരുപാട് ചോദിക്കാനുണ്ട്. പിന്നെ ഒരു ദിവസം ചോദിക്കാം. ടീച്ചർ ഇപ്പൊ തിരക്കിലുണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ക്ലാസ് നന്നായിരുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം.